ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കുഞ്ഞാറ്റാസ് വേൾഡ്. ഞാൻ എല്ലാ പ്രാവശ്യത്തെ പോലെ പറഞ്ഞ് ഒരുപാട് നീട്ടി പോകുന്നില്ല. ഒരു ചെറിയൊരു മേക്കപ്പ്, ഒരു ഗെറ്റ് റെഡി ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പറയും നൈറ്റ് വന്നിരുന്ന് ഗെറ്റ് റെഡി ചെയ്യണേ. വീഡിയോ എന്തെങ്കിലും 1-2 വീഡിയോ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നത് ഒരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ കൂടുതൽ ഇതാക്കുന്നില്ല, ആദ്യം തന്നെ മൂട്ടി ഒന്ന് ഒതുക്കി വെക്കാം നമുക്ക്. ഓക്കെ. ഹായ്, അപ്പോൾ മുടി ഒന്ന് ഒതുക്കി. അപ്പോൾ നമുക്ക് എന്നത്തെയും പോലെ തന്നെ ഉള്ളത് BB ക്രീമാണ്. ഇത് നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ജസ്റ്റ് എടുക്കുന്നു. ഇത് ഇപ്പം നമ്മൾ ഒന്നും തേക്കാത്ത മുഖമാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ സന്ധ്യയ്ക്ക് കുളി കഴിഞ്ഞപ്പോൾ ഇതൊരു നൈസായിട്ട് ഇത് തോണ്ടിയെടുത്ത് തേച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് മുഖം ഒന്നിപ്പോൾ ജസ്റ്റ് ഒന്ന് നനച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് പോയിട്ടുണ്ടാവും മേ ബി. വേറെ ഒന്നും തേച്ചിട്ടില്ല. ഇത് നൈസായിട്ട് കുളിച്ച് കഴിഞ്ഞപ്പോൾ പൗഡർ തീർന്നു അതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് വരാം കേട്ടോ നമുക്ക്. അപ്പോൾ ഒരു ലേശം എടുത്താൽ മതി ജസ്റ്റ്. ഇപ്പോൾ ഇത് BB ക്രീം ഉള്ളു കയ്യിൽ, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് അടുത്ത് ബൂം ആക്കാം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഓക്കെ. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിലേ ഇതൊന്ന് തേക്കുന്ന കാണിക്കണ്ടേ, അത് ഓർത്തിട്ടാട്ടാ. അപ്പോൾ അത് ഇനി ഇത് തേച്ചിട്ടുള്ള അത് കാണിക്കാവേ. ഹായ്, അപ്പം ഞാൻ പിന്നെയും ബൂം അടിച്ചിട്ട് ഇത് വെച്ച്, കാരണം ഇത് ഈ നമ്മുടെ ബ്ലെൻഡർ വെച്ചൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ കണ്ണാടിയിലും കൂടി നോക്കിയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് എടുത്തതാണ്. ഓക്കെ. അപ്പോൾ ഒരുവിധം ഒന്ന് ഇതായിട്ടുണ്ട് കേട്ടോ, ഒരുവിധം കുഴപ്പമില്ലാന്നായിരുന്നു തോന്നണല്ലേ. അപ്പോൾ കൂടുതൽ ഇതിലേക്ക് പോകുന്നില്ല, അടുത്തേക്ക് കിടക്കാം. എൻ്റെ ഇവിടെ ഒരു കുരു വന്നിട്ടുണ്ട്, നല്ല വേദന ഉണ്ട് കേട്ടോ എപ്പോഴും. അതെ, നമുക്ക് നെക്സ്റ്റ് എന്താ പറയുക, ഞാൻ ഇപ്രാവശ്യം ഒരു സാധനം എടുത്തിട്ടുണ്ട്. എൻ്റെ പണ്ടത്തെ ഒരു സംഭവം കിട്ടി, ഇന്നൊന്ന് തപ്പിപ്പോൾ കിട്ടിയതാണ്, വേറൊന്നുമല്ല. ഐബ്രോ പെൻസിൽ ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറൊന്നുമില്ല, ഐബ്രോ പെൻസിൽ. അപ്പോൾ ഇന്നൊന്ന് ട്രൈ ചെയ്യാം. പക്ഷേ എനിക്കിത് ഞാൻ ഒരുപാട് ലെങ്തി ആയി പോകും. നമ്മൾ പല വീഡിയോയിലും കണ്ടിട്ടില്ലേ, ഈ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് നമ്മൾ ഇത് ചെയ്യുന്നത്. ഐബ്രോ പെൻസിലാണ് ഇങ്ങനെ നൂലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അളവെടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് പിരികൊരിക്കുന്നത്. അതുപോലെ ചെയ്യണമെന്നുണ്ട്, പക്ഷെ എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഇത് വെച്ചൊന്ന് ജസ്റ്റ് വരച്ചിട്ട് വരയ്ക്കുന്ന കാണിക്കുന്നില്ല, കാരണം ലെങ്തി ആക്കണ്ടെന്ന് ഓർത്തിട്ടാണ് വീഡിയോയിൽ. എൻ്റെ ഒരുപാട് നെറ്റൊന്നുമില്ല, അത് പെട്ടെന്ന് തീർന്നു പോകുന്നു വീഡിയോ അപ്ലോഡ് കൊടുക്കുമ്പോൾ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ജസ്റ്റ് സ്റ്റാർട്ടിങ് കാണിക്കാം കേട്ടോ. നോക്കട്ടെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് കേട്ടോ. വരയിട്ടേ അറിയത്തില്ല. അടിപൊളിയായിട്ടുണ്ട്. ഇതെന്ത് നീറ്റാക്കിയിട്ട് വരാം കേട്ടോ. ആരും പേടിക്കരുത്, രാക്ഷസ പെരുകായിട്ടുണ്ട്. ഇതൊന്ന് ചെറുതാക്കിയിട്ട് വരാം. കുഴപ്പമില്ലെന്ന് തോന്നണല്ലേ, കുറച്ചൊക്കെ കളഞ്ഞു, കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അപ്പം ഞാൻ അടുത്തത് കണ്ണിൻ്റെ പണിയിലേക്കാവാം. കണ്ണിൻ്റെ പണി എന്ന് പറയുമ്പോൾ ഐലൈനർ ഇല്ല. അപ്പോൾ കണ്ണെഴുതിയിട്ട് കണ്ണിന് മറ്റേ നമ്മുടെ മസ്കാര അതും വരട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് കൺമഷി എഴുതാം. ഓക്കെ, അപ്പോൾ ഗൈസ് കണ്ണെഴുതിയിട്ടുണ്ട്, നമുക്ക് മസ്കാര പിടിപ്പിക്കാം. ഓക്കെ, ലെറ്റ്സ് ട്രൈ. നമുക്ക് മസ്കാര തേക്കുന്നതൊന്ന് ഇതിൽ പിടിക്കാം. ഇത് നമ്മുടെ ഈ കണ്ണാടിയിലൊന്ന് എടുത്ത് കാണിച്ചു തരാവേ. ഓക്കെ, ലെറ്റ്സ് ട്രൈ. ഇങ്ങനെ തന്നെയല്ലേ മക്കളെ മസ്കാര തേക്കുന്നത്? ആണോ? പറയണേ, ആണോ? ഇങ്ങനെ പാതിരാത്രിയൊക്കെ ഇതൊക്കെ തേച്ച് കിടന്നിട്ട് എന്തായിരിക്കും അവസ്ഥ? ഒന്ന് ആലോചിക്കണേ നിങ്ങൾ. ഓക്കെ, എനിക്ക് താഴെ മസ്കാര തേക്കാൻ അത്ര അറിയില്ല, അത് എങ്ങനെയാണെന്നുള്ളത്. ഇങ്ങനെയാണ്, ഇനി നമ്മൾ തിരിച്ചാൽ മതിയല്ലേ മസ്കാര എന്ന് പറയുമ്പോൾ. അങ്ങനെ ആക്കുമ്പോൾ ഒരു പ്രശ്നം, എൻ്റെ താഴെയൊക്കെ ആവും. എൻ്റെ കുഞ്ഞി കണ്ണാണ്. അപ്പോൾ നമുക്ക് രണ്ടെണ്ണത്തിലും എടുക്കുന്നത് ഇത് ഞാൻ തനിയെ ചെയ്യാം കേട്ടോ. ഓക്കെ, പറ്റുന്ന പോലെ ഇതിലൊന്ന് മേക്കപ്പ് ചെയ്യാം. അപ്പോൾ ഗൈസ് ചെയ്തിട്ടുണ്ട്. ഐ എം നോട്ട് ഷുവർ ദാറ്റ് ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു. അറിയത്തില്ല ക്ലിയർ ആയിട്ടുണ്ടോ, ബട്ട് ഇതിൽ കൂടെ കാണാൻ എങ്ങനെ ഉണ്ടെന്നറിയില്ല. കണ്ണാടിയിൽ അടുത്ത് നോക്കിയപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമായിട്ടോ. കണ്ണാടി ചെയ്യുമ്പോൾ ഇത് കണ്ണാടിയിൽ നോക്കുമ്പോൾ ഒരു കണ്ണിൻ്റെ പീലികളൊക്കെ നന്നായിട്ട് പൊങ്ങി നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്, മൊബൈലിനേക്കാളും കൂടുതൽ. അപ്പോൾ ഐ തിങ്ക് ഐ എം നോട്ട് ഷുവർ ഇസ് ഇറ്റ് വെരി ഗുഡ് ഫോർ ആ മൊബൈൽ വീഡിയോ. അതായത് വീഡിയോ പിടിക്കുമ്പോൾ എത്രത്തോളം അത് വൃത്തിയായിട്ടുണ്ടെന്നറിയില്ല. കണ്ണാടി നോക്കുമ്പോൾ കുറച്ചുകൂടെ. എൻ്റെ പൊട്ട ഇംഗ്ലീഷും സഹിക്കണേ. അപ്പോൾ നമുക്ക് കൂടുതലൊന്നുമില്ല, ജസ്റ്റ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം പൊക്കൊണ്ടേയിരിക്കുന്നു. നമുക്ക് കുറേ ഇപ്പം എനിക്ക് വില കുറഞ്ഞ ലിപ്സ്റ്റിക്കുകളൊക്കെ ഉള്ളൂ. ഒരെണ്ണം കൂടി ഉണ്ട്, അത് എൻ്റെ പേഴ്സിലായിപ്പോയി. അതാണ് എപ്പോഴും വയ്ക്കുക, പക്ഷെ അതാണ് എടുക്കേണ്ടത്. അതൊരു ഡാർക്കസ്റ്റ് കളർ, അതാണോ ലൈറ്റാണോ വേണ്ടതെന്നറിയില്ല. ഇതൊക്കെ ഉണ്ട്, ഇതിലൊക്കെ തീർന്നു കേട്ടോ, ഒന്നുമില്ല കേട്ടോ. അതെ, ഇത് ലിപ്പ് ബാമാണ്, ഇത് ലിപ്സ്റ്റിക്കാണ്.
ഓക്കെ. പക്ഷേ ഇത് തീർന്നു. പിന്നെ ഒരെണ്ണം ഒരു പഴയത് കിട്ടി ഇന്നാളത്തെ. അതാണ്ട് ചപ്പളാച്ചി ആയി പോയിട്ടുണ്ട്. തീരെ വില കുറഞ്ഞ സംഭവമാണ്. പക്ഷേ ഇതിൻ്റെ കളർ എനിക്ക് ഇടയ്ക്ക് ഇഷ്ടമാണ്. നല്ലൊരു നൈസ് റെഡ് സാധാരണ. പക്ഷെ ഇപ്പോൾ ഡാർക്കസ്റ്റാണ് ഇടുന്ന താല്പര്യം എനിക്ക്. അപ്പോൾ അതെടുത്തുകൊണ്ട് വരാം. ഓക്കെ. അപ്പോൾ ലെറ്റ്സ് ട്രൈ ഫോർ ഇറ്റ്. ഓക്കെ. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന കർത്താവിൻ്റെ സ്തുതി മറ്റു പാട്ടുണ്ടല്ലോ, ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് സ്തുതി, ആ പാട്ടൊന്ന് ചെയ്യാൻ ആണ്. ആ പാട്ട് ഇൻസ്റ്റേ ചെയ്തിട്ടുണ്ട്, യൂട്യൂബ് ചെയ്യാനാണ്. വേണമെങ്കിൽ ഇൻസ്റ്റയിൽ ഒരെണ്ണം കൂടെ ചെയ്തിടാം. പിന്നെ അതുപോലെ തന്നെ വേറെ എന്താണ് സംഭവം ഉണ്ടോ, അതിവിടെയൊക്കെ ആയിട്ടുണ്ട്. വേറെ എന്താ സംഭവം എന്ന് വെച്ചാൽ, നിങ്ങൾ ഓർക്കും എനിക്ക് വട്ടാണെന്ന്. ഞാനിങ്ങനെ കാണിക്കുമ്പോൾ എല്ലാവർക്കും വിവരം വിദ്യാഭ്യാസം ഇല്ലാത്തവർ കാണിക്കുന്ന പോലെ. അങ്ങനെ വിവരം വിദ്യാഭ്യാസം ഇല്ല എന്ന് പറഞ്ഞാൽ ആരെ അധിക്ഷേപിച്ച് അങ്ങനെ ഞാൻ ഉദ്ദേശിക്കാറില്ല. മറ്റുള്ളവർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അറിയില്ല. അങ്ങനെ ഉദ്ദേശിച്ച ആരും പറയാൻ നമ്മൾ പാടില്ല. ഓരോരുത്തരുടെ സാഹചര്യത്തിനനുസരിച്ച് അവർക്ക് പഠിക്കാൻ പറ്റാതെയായി വന്നിട്ടുണ്ട്. ചിലപ്പോൾ സാഹചര്യം വന്നാലും പഠിക്കാനുള്ള ശ്രദ്ധ അല്ലെങ്കിൽ ആ ഒരു എന്തല്ല, ചിലവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ്, അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് എല്ലാവരും വളരെ ടോപ്പായിട്ടുള്ള പഠിത്തം ഇല്ലാത്തത്. എനിക്കും ബേസിക് ആയിട്ടുള്ള പഠിത്തങ്ങളേ ഉള്ളൂ. എനിക്ക് ഏറ്റവും ടോപ്പ് പഠിത്തങ്ങളൊന്നുമില്ല. പക്ഷേ ഞാൻ വർത്തമാനം പറയുമ്പോൾ ഒരു പഠിപ്പില്ലാത്ത വ്യക്തി പറയുന്ന പോലെയാണ് മിക്കവരും പറയും. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ പൊട്ടത്തരമാണ്, വെറുതെ ആക്ഷനാണ്, വെറുതെ ഒരു പൊട്ടത്തരം കാണിക്കുന്നതെന്ന് ആര് വിചാരിച്ചെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഞാനിങ്ങനെയാണ്. പക്ഷെ എനിക്ക് വേണ്ട സമയത്ത് നല്ല രീതിയിൽ നല്ല വേണ്ട സമയത്ത് ഞാൻ വേണ്ട പോലെ, ഐ മീൻ ഒരു പക്വതയാർന്നിട്ടോ ഒരു അല്പം വിദ്യാഭ്യാസം ഉള്ള രീതിക്കുള്ള സംസാരങ്ങൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഇതൊന്നും വിദ്യാഭ്യാസം ഉള്ളതും അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഒട്ടും പഠിക്കാൻ പറ്റാത്തതുമായ ആൾക്കാർ സംസാരിക്കുന്നത് വളരെ മോശമാണെന്ന് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. എന്താ പറയുക, വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് മൂലം ചിലവർ വളരെ വൃത്തികെട്ട രീതിയിലേക്ക് ആയി പോകുന്നുണ്ട്. വിദ്യാഭ്യാസം ഇല്ല എന്നോർത്ത് ഒരാൾ മോശക്കാരനാകുന്നില്ല. അയാൾ സമൂഹത്തിൽ നല്ല രീതിയിലുള്ള ആൾക്കാരുടെ കൂടെ ഇടപഴകുകയും നല്ലൊരു മനസ്സിനുടമ, നല്ലൊരു കുടുംബത്തിൽ നല്ല രീതികൾ കണ്ടു വളർന്ന അല്ലെങ്കിൽ എന്താ പറയുക ഒരു പാരമ്പര്യമുള്ള നല്ല സ്വഭാവത്തിൽ ജീവിച്ച ആൾക്കാർക്ക്, നല്ല അച്ഛനും അമ്മയ്ക്ക് അല്ലെങ്കിൽ നല്ല കുടുംബത്തിൽ, പൈസയല്ല ഉദ്ദേശിച്ചത്, നല്ല രീതിക്ക് ജീവിച്ചു പോകുന്ന കുടുംബത്തിൽ ജനിച്ചവർക്ക് സ്വതവേ ഇനി അഥവാ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ പോലും നല്ല രീതിക്ക് ബിഹേവ് ചെയ്യാനൊക്കെ അറിയാൻ പറ്റും. അത് എഡ്യൂക്കേഷൻ ഒരു ബേസ് മാത്രമേ ഉള്ളൂ. ഐ മീൻ നമുക്കൊരു ജോലി കിട്ടാനും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ. പക്ഷേ ഒരുപാട് അറിവുകൾ എഡ്യൂക്കേഷൻ ഒരിക്കലും ഏറ്റവും ടോപ്പ് കാര്യം തന്നെ അറിവ്, അല്ലെങ്കിൽ വിദ്യാഭ്യാസം. അത് ഉള്ളത് കൊണ്ട് എന്താ ഗുണം എന്ന് വെച്ചാൽ, അത് ഇല്ല എന്നോർത്താരും വിഷമിക്കണ്ട, എടുക്കാൻ പറ്റാതെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഓരോ മേഖലയെക്കുറിച്ച് അറിവ് കിട്ടുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളിൽ നമ്മൾ ഈ നമുക്ക് വേണ്ടാത്ത ചില ചിന്താഗതികൾ നമ്മുടെ സമൂഹത്തിൽ നിലനിന്ന് പോകുന്ന അതിനെയൊക്കെ നമുക്ക് അതൊന്നും കൊള്ളില്ലാത്ത കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അതൊന്നും നമ്മളൊന്നും അനുസരിച്ച് പോകേണ്ട ആവശ്യമില്ല എന്നുള്ളതിനെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പല കാര്യങ്ങളെക്കുറിച്ച് അറിവ് കിട്ടുമ്പോൾ ബോധവാന്മാരായിരിക്കും, അങ്ങനെ വിവേകമുള്ളവർ, അതൊക്കെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ എനിക്ക് വേണ്ട സമയത്ത് ഞാൻ വേണ്ട പോലെ പ്രതികരിക്കാറുണ്ടെന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ. ഒരുപാട് സമയം ഞാൻ വലിച്ച് കളഞ്ഞു. ഓക്കെ. ഇപ്പോഴാണോ ഓണായത്? ദൈവമേ. അങ്ങനെ ലിസ്റ്റിക്ക് തേച്ചു. നമ്മൾ ചിരിക്കുമ്പോൾ, ഇപ്പം ഞാൻ ചിരിക്കുമ്പോൾ എനിക്ക് ചെറിയ നുണക്കുഴികളുണ്ട്. ഭയങ്കര വലിയ നുണക്കുഴി അല്ലെങ്കിൽ അത്യാവശ്യം നുണക്കുഴി ഉണ്ടെന്ന് എല്ലാവരും പറയാറുണ്ട്. പക്ഷെ ഞാൻ വർത്തമാനം പറയുമ്പോൾ അത് നുണക്കുഴി നമ്മൾ വരുത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ ആരും പറഞ്ഞിട്ടല്ല, ഞാൻ തന്നെ ആലോചിക്കും. ഞാൻ ബലം പ്രയോഗിക്കണം. ഞാൻ സംസാരിക്കുമ്പോൾ എപ്പോഴും അങ്ങനെ വരുന്നുണ്ടോ? എനിക്കറിയില്ല. പക്ഷെ ഞാൻ സംസാരിക്കുമ്പോൾ വരുന്നുണ്ട്. ഒരിക്കലും ബലം പ്രയോഗിച്ചിട്ടല്ല. എനിക്ക് അങ്ങനെ അല്ലാണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. ചിലവർ ഞാനിങ്ങനെ ആലോചിക്കുക, ഈശ്വര ആരെങ്കിലും ഓർക്കോ, സാധാരണ ചിലവർക്ക് വർത്തമാനം പറയും നാച്ചുറലി ഉള്ള ഭയങ്കര നുണക്കുഴിയില്ലേ, അതെനിക്കിഷ്ടം. പക്ഷെ എൻ്റെയൊക്കെ ചിരിക്കുമ്പോൾ തന്നെ വരും. അതുപോലെ വർത്തമാനം പറയുമ്പോൾ നുണക്കുഴി വരുന്നുണ്ട്. അത് ഒരിക്കലും മനഃപൂർവ്വം ഇങ്ങനെ ചുണ്ടിങ്ങനെ ആംഗ്യം കാണിച്ച് വരുത്തുന്നതല്ല, വന്നു പോകണതാണ്. എനിക്ക് വേറെ രീതിക്ക് ഇത് വരുത്താത്ത രീതി സംസാരിക്കാൻ അറിയില്ല. മനഃപൂർവ്വം അത് ചെയ്യേണ്ടെന്ന്. അപ്പോൾ കൂടുതലൊന്നുമില്ല, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരു കമ്മലും കൂടി ഇട്ടിട്ട്, എൻ്റെ ഈ കമ്മലിട്ടിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇതിങ്ങനെ ആക്കിയത് കേട്ടോ. നിങ്ങൾ ഓർക്കും വളരെ കൊച്ചുകുട്ടിയെ പോലെ സംസാരിക്കുന്നു, എന്താണ് പറ്റിയെന്ന് കണ്ടോ. ഈ കമ്മലാകുമ്പോൾ കുറച്ച് മോഡേണിറ്റി തോന്നിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ കമ്മൽ. ഓക്കെ. ഇത് ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ഇട്ട് നോക്കും, ധൈര്യമില്ലായിട്ട് ഊരി വെക്കും, പിന്നെ ഇട്ട് നോക്കും,
പിന്നെ ധൈര്യമില്ലുണ്ട്. അപ്പം ഞാൻ ഓർക്കണം ഈ പാട്ടിനൊക്കെ ഇടാം, പിന്നെ എവിടെയും ടൂർ പോകുമ്പോൾ ഇടാം, അപ്പോഴൊക്കെ നല്ല ധൈര്യമായിരിക്കുമല്ലോ. അയ്യോ നോക്കി കണ്ട അത്രയും വലുത്. എൻ്റെ കാതെന്ന് പറയുമ്പോൾ വല്ലാണ്ട് തൂങ്ങിയിരിക്കുന്ന സംഭവമാണ്. പിന്നെ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഞാൻ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ആ വീഡിയോ ചെയ്യണം. പൊട്ട് വേണോ? പൊട്ട് വേണമെങ്കിൽ ഒരു പൊട്ട് ഒരെണ്ണം തൊടാം അല്ലേ? കൈയിൻ്റെയൊക്കെ ഭംഗി കണ്ടിട്ട് നിങ്ങൾ പേടിക്കരുത് കേട്ടോ. പിന്നെ ഇത് വെച്ച് തന്നെ സരളയുടെ മോളെ അത് വെച്ചിട്ട് പ്രേതത്തിൻ്റെ അത് ഇത് വെച്ച് ചെയ്യണോ? ഇത് വെച്ച് കഴിഞ്ഞാൽ മോഡേൺ ലുക്കിൽ ഇങ്ങനെ ഇതാക്കിയിട്ട്, അപ്പോൾ ഈ മുടി ഇങ്ങനെ അഴിച്ചിടണോ? അത് ഇങ്ങനെ അഴിച്ചിട്ടിട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, ഇതാണ് എൻ്റെ മേക്ക് ഓവർ എന്നും പറഞ്ഞ് ഞാൻ വന്നത്. ഇനി അറിയാൻ പാടില്ല ഇതൊരു മേക്ക് ഓവർ ആയോ എന്ന്. അപ്പോൾ ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോയും ചെയ്യണം, വലിയ കണ്ടൻറ്റും ഇല്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെയും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. സത്യം പറയട്ടെ, ഈ പിരിക എഴുതിയത് എനിക്ക് ബോറാണോ? നിങ്ങൾ പറയൂ നിങ്ങളുടെ അഭിപ്രായം. അതിന് ആരെങ്കിലൊക്കെ ആകെ എപ്പോഴും ഇപ്പോൾ റീസെൻ്റിൽ എനിക്ക് എപ്പോഴും കമൻറ്റ് വരുന്ന രണ്ടാൾക്കാരാണ് കേട്ടോ. സുരേഷ് നായർ എന്ന് പറഞ്ഞാൽ ഏതാണ് ആ ചേട്ടൻ പോലും എനിക്കറിയില്ല. പിന്നെ ദീപ ശിവൻ എപ്പോഴും എനിക്ക് കമൻറ്റ് വരും. നിങ്ങളുടെ രണ്ടുപേരും കമൻറ്റാണ് എപ്പോഴും എനിക്ക് വരുന്നത്. പിന്നെ ഓരോരുത്തരുടെ കമൻറ്റൊക്കെ വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്, പക്ഷേ പേരുകൾ ഓർമ്മ കിട്ടുന്നില്ല. അവരുടെ ചാനൽ സബ്സ്ക്രൈബ് ഞാൻ ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് എന്നാണോ പറയണേ? എനിക്ക് അതിനെക്കുറിച്ച് ഭയങ്കര ഡൗട്ടുണ്ട്. ഞാൻ നോക്കുമ്പോൾ SUB ആണല്ലോ ആദ്യം, പക്ഷെ എല്ലാവരും സബ്സ്ക്രൈബ് എന്നാണ് പറയണത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ വലിയ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാനത് എല്ലാവരോടും, അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് ചെയ്ത മേക്ക് ഓവർ ലുക്കാണ് കേട്ടോ. ദൈവമേ, എപ്പോഴും ഒരു ബ്ലാക്ക് ബനിയൻ ഇട്ടുകൊണ്ടാണ് എപ്പോഴും ഇതാണ് ഞാൻ വീഡിയോ ചെയ്യാൻ എടുക്കുന്ന ദിവസം ഇതായിരിക്കും ഇട്ട് പോകണത് കേട്ടോ. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഞാൻ വീഡിയോ ചെയ്തിട്ടാണ് ഞാൻ കിടന്നുറങ്ങുള്ളൂ. ഈ വീഡിയോയിൽ ഗുഡ് നൈറ്റ്, ബൈ.